നമ്മൾ നേരെ പോകുന്നത് ചരിത്രത്തിന്റെ ഭാഗമായ ഇടുക്കി തൊടുപുഴയിലെ ലോയൽ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. ഒരു നൂറ്റാണ്ടോളമായി ഒരേ കെട്ടിടത്തിലാണ് ഈ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതല്ല ഈ സ്റ്റുഡിയോയുടെ ചരിത്ര പ്രാധാന്യം. അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. തൊടുപുഴയിൽ ഇന്നും തട്ടിൻപുറത്ത് പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ ആണ് ലോയൽ സ്റ്റുഡിയോ. ഈ ലോയൽ സ്റ്റുഡിയോയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെയും ചരിത്രത്തിൽ നിർണായക സ്ഥാനമുണ്ട്. അതെന്താണെന്നല്ലേ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ലോയൽ സ്റ്റുഡിയോയെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുന്ന ക്യാമറ. 1930കളിൽ മലങ്കര എസ്റ്റേറ്റിലെ സൂപ്രണ്ടായിരുന്ന WJ ജോണാണ് ഇടുക്കി ഡാമിൻ്റെ സാധ്യത തിരിച്ചറിയുന്നത്. അന്ന് അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചത് ഈ ക്യാമറയാണ്. അന്ന് ലോയൽ സ്റ്റുഡിയോയുടെ ഉടമ MJ ഫിലിപ്പാണ്. അദ്ദേഹവുമായിട്ടാണ് അദ്ദേഹം ആ പ്രദേശത്ത് പോകുന്നത്. ആ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങൾ ആദ്യമായി ചിത്രീകരിക്കുന്നത് ആദ്യമാണ്. ഇന്നും ഈ ക്യാമറ ലോയൽ സ്റ്റുഡിയോയിലുണ്ട്. ഇപ്പോൾ മൂന്നാമത്തെ തലമുറ MJ ഫിലിപ്പിൻ്റെ ചെറുമകനാണ് ഇപ്പോൾ ഈ സ്റ്റുഡിയോ നടത്തുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നിഖിൽ ജോസ്, എന്താ മുത്തശ്ശനൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ള കഥ എന്താ ഈ ക്യാമറ? അതായത് പണ്ട് കാലത്ത് ക്യാമറ ചുമന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടിയോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ തിരിച്ച് സ്റ്റുഡിയോയിൽ വന്ന് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് നെഗറ്റീവ് നോക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഫോട്ടോ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പണ്ടത്തെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വളരെ ഒരു കഠിനമായ ഒരു ഇതായിരുന്നു. ഈ വെലിപ്പനന്ന് കൊലുമ്പൻ്റെ ഒപ്പമൊക്കെയാണോ പോയത്? എന്താ അന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ എന്താണ്? കൊലുമ്പനാണ് ഈ സ്ഥലം നായാട്ടിന് പോയപ്പോൾ ഈ സ്ഥലം കാണുകയും അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള സാധ്യത ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെല്ലിപ്പനെ കൂട്ടിക്കൊണ്ടുപോയി അന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചത്. ഡാമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഫോട്ടോകൾ എടുക്കാൻ പോയിട്ടുണ്ട്. അന്നും ഈ തട്ടിൻപുറത്ത് തന്നെയാണോ പ്രവർത്തിച്ചത്? ഈ സ്റ്റുഡിയോ തുടങ്ങി അന്നോട്ട് ഇവിടെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരുപാട് സാങ്കേതിക വിദ്യകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. പക്ഷേ ലോയൽ സ്റ്റുഡിയോയിൽ സാങ്കേതികമായി മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ കെട്ടിലും മട്ടിലും ആ പഴയ തനിമ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം. വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി. ജെയിനസ് രാജു തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. ജെയിൻ, അപൂർവ ഫോട്ടോകൾ ചിത്രീകരിച്ച ഒരു ക്യാമറയാണല്ലേ ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണങ്ങൾ അടക്കമുള്ള ഫോട്ടോകൾ ചിത്രീകരിച്ച ഒരു ക്യാമറയാണ്. ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് പോയപ്പോൾ ഇങ്ങനെ ഒരു ക്യാമറ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ക്യാമറ ഒക്കെ. പക്ഷേ ഇങ്ങനെ ഒരു ക്യാമറ ഒക്കെ നേരിട്ട് കണ്ടപ്പോൾ ജെയിനിനുണ്ടായ ഒരു അനുഭവം അതെന്താണ്? വ്യക്തിപരമായി തന്നെ എനിക്ക് വേറിട്ട ഒരു അനുഭവമാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മുന്നിലിരിക്കുന്ന ക്യാമറ അത് ഏറ്റവും പുതിയ ക്യാമറയാണ്, അല്ലെങ്കിൽ സാങ്കേതികമായി ഏറ്റവും പുതിയ ക്യാമറയാണ്. ആ ക്യാമറയുടെ പൂർവ്വരൂപം എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമകളിലോ അല്ലെങ്കിൽ വീഡിയോകളിലോ മാത്രമാണ്. അത് നേരിട്ട് കാണാനൊരു അനുഭവം ഉണ്ടാകുന്നത്, അവസരമുണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് മാമുക്കോയൊക്കെ തലയ്ക്ക് മുകളിലൂടെ തുണിയിട്ട് ചിത്രങ്ങൾ പകർത്തുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ആ ക്യാമറ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അതല്ലാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ആ ഇടുക്കി ഡാമിന് നിമിത്തമായ ഇതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് ആ ക്യാമറയ്ക്കുണ്ട് എന്നുള്ളതാണ്. കാരണം WJ ജോൺ എന്ന് പറയുന്ന മലങ്കരയിലെ റബ്ബർ എസ്റ്റേറ്റിൻ്റെ മാനേജറായിട്ടുള്ള സൂപ്രണ്ടായിട്ടുള്ള അയാൾ വേട്ടയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇടുക്കി ഡാമുള്ള ആ ഡാം സൈറ്റിലെത്തുകയാണ്. അവിടെ ഒരു ഡാം നിർമ്മിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും അത് പുറം ലോകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേലധികാരികളെ അല്ലെങ്കിൽ സർക്കാരിനെ അറിയിക്കാൻ അദ്ദേഹത്തിന് അതിൻ്റെ ദൃശ്യങ്ങൾ ആവശ്യമായിരുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തിയത് ആ ക്യാമറയിലാണ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അത് ചിത്രങ്ങൾ പകർത്തപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ന് കാണുമ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് ഇടുക്കിയിലെ 3 ഡാമുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. മറ്റൊന്ന് ഈ ലോയൽ സ്റ്റുഡിയോ ആണ്. ആ ലോയൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴും തട്ടിൻപുറത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ്. നമ്മുടെ നാട്ടിലുള്ള മറ്റ് സ്റ്റുഡിയോകളൊക്കെ വളരെ ആധുനികമായിട്ടുള്ള ലൈറ്റൊക്കെ ഉൾപ്പെടെ ഉള്ള
സംവിധാനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അത് ആ പഴയ കെട്ടിടത്തിൽ തന്നെയാണ് ലോയൽ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. ഒരു 100 വർഷമെങ്കിലും പഴക്കം ആ കെട്ടിടത്തിനുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇപ്പോഴും തട്ടിൻ പുറത്ത് തന്നെയാണെങ്കിൽ മരം കൊണ്ട് നിർമ്മിച്ച കെട്ടിടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു നമ്മൾ ഈ സ്റ്റോറി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വ്യക്തിപരമായി ഉണ്ടായത്. കാരണം ഇതിനു മുമ്പ് ഇത്തരമൊരു അനുഭവം അല്ലെങ്കിൽ അവസരം നമുക്ക് ഈ പഴയ ക്യാമറയും അതോടൊപ്പം തന്നെ അതിന്റെ ചരിത്ര പ്രാധാന്യവും ആ കെട്ടിടത്തിന്റെ ശരി ജെയിൻ, അത് തന്നെ ജെയിനിനുണ്ടായതുപോലെ തന്നെ ഒരു കൗതുക കാഴ്ചയായിരുന്നു അല്ലേ നമുക്കും. ആ ഒരു ക്യാമറയും ആ ഒരു സ്റ്റുഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കും കൗതുകം തോന്നുന്നുണ്ട്. ശരി.